അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നൗഷാദിൻ്റെ ഓരോ പരിപാടികളും കേൾക്കുമ്പോൾ ദിനം പ്രതി ഇവനിങ്ങനെ അറിയാതെ താഴ്ന്നുകൊണ്ടിരിക്കുക. അറിയാതെ താഴുക എന്നൊക്കെ പറയില്ല, നമ്മൾ അറിയാതെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും തറയായി മാറുകയാണ് നൗഷാദ്. അത്രയും തറയായി, അത്രയും വിവരം കെട്ടവനായി മാറുകയാണ്. അത്രയും വിവരം കെട്ടവനായി മാറുകയാണ് നൗഷാദ്. നൗഷാദ് ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രസംഗിക്കുന്ന പ്രസംഗം ഒന്ന് കേട്ടോ കാണികൾ. ഒരു സ്റ്റേജ് കയറിയോണ്ട് കുത്തിരുന്ന് കണ്ട് പറയുന്ന ഒരു കാര്യം അതൊക്കെ എന്താ ഇപ്പം ഇവൻ്റെ ഒക്കെ ലെവല് നോക്കാണികൾ. ഓൻ പറയട്ടെ. ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിച്ചു എപി സമസ്ത എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. എ പിക്കാർ ഇബ്നു തൈമിയെ മഹത്വവൽക്കരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഗൗരവത്തോടെ കാണണം. കാരണം ഒരു കാര്യപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ, ഉറപ്പായി, അതുറപ്പാണ്. അപ്പോൾ ഒരു കാര്യപ്പെട്ട ഒരു വർഗ്ഗമാണ്, കാര്യപ്പെട്ട ഒരു ടീമാണ്, അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ടീമാണ് എന്നുള്ള കാര്യം ഉറപ്പായത് കൊണ്ടാണല്ലോ അത് ഗൗരവത്തോടെ കാണണം എന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. ബാക്കി ഇബ്നു തൈമിയ ആരാന്നറിയുമ്പോഴാണ് അതിൻ്റെ ആഴമറിയുന്നത്. ഇനി വേറൊരു കാര്യത്തിന് ആവശ്യമില്ല, അവരെ പതനം പൂർണ്ണമാണ്. എത്ര ആളുകളാണ് നമ്മളോട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ച ഏതാണ്ട് ആളുകളെ വോയിസുകളൊക്കെ എൻ്റെ അടുത്ത് എത്തിക്കണം. അതിലൊക്കെ ഹലോ എന്ന് പറഞ്ഞാണ്ട് കളിയാക്കുകയാണ്. പിന്നെ എന്നിട്ടാ പോനെ ഏതാണ്ട് എത്ര ആൾക്കാരാ വിളിച്ചുകൊണ്ടിരിക്കണത്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇബ്നു തൈമിയെ പറ്റി ഇങ്ങൊക്കെ അറിയുള്ളൂ എന്ന്. പോടച്ചങ്ങായിയോടുന്ന് എത്രങ്ങാനും ആൾക്കാർ ഞങ്ങളിലുണ്ട്. എന്നിട്ട് ഈ നോണിയും പറഞ്ഞും കൊണ്ട് നടക്കണം. അനക്ക് വിളിച്ചാൽ പീരാന്താണല്ലേ ഞങ്ങളാൾക്കാർക്ക്. അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വിളിച്ചു, ഞങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട ആളിപ്പോൾ ആരോ സുലൈമാൻ ഉസ്താദ് വിളിച്ചിട്ടുണ്ടാവും. മുണ്ടാൻ കയ്യേറ്റ കുട്ടിയെ ഇജ്ജ് പറയട്ടോ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ബനോടെ. സുലൈമാൻ ഉസ്താദ് അവൻ്റെ ഉസ്താദാണല്ലോ, നമ്മളെ പ്രസിഡൻറ്റ്. അപ്പോൾ പ്രസിഡൻറ്റ് ഉസ്താദ് അവറുകൾ മനെ മുണ്ടാൻ കഴിയണില്ലടാ, അജ്ജൊന്ന് പറയട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ബനോട്. പറയാൻ പറ്റില്ല ചേരക്ക്. ഇന്നലെ മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞു തൽക്കാലം നമുക്ക് ചർച്ചയുടെ ഗതിയൊന്ന് മാറ്റണം. നമ്മൾ പെട്ടെന്ന് വിവരം ഇവന് കൊടുത്തതാണ് ഈ മീറ്റിംഗ് കൂടുന്നത്. നമ്മൾ ഇന്നലെ അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടിയപ്പോൾ അത് ഇവൻ അറിഞ്ഞാണ്. ഇവനോട് കൊടുത്ത വിവരം. ഇവനാ വിവരം അറിഞ്ഞു. റബ്ബേ, ഈ ഗതി ഒന്ന് മാറ്റണം. ഇനി വേറെ റൂട്ട് കൂടി നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ? ഏതാ റൂട്ട് നോക്കാം നമുക്ക്. ഇബ്നു തൈമിയ എന്ന ചർച്ച മുന്നോട്ട് പോയാൽ പ്രശ്നമാണ്. ഇബ്നു തൈമിയയുടെ ചർച്ച മുന്നോട്ട് പോയാൽ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം നൗഷാദ് അങ്ങനെ പറയല്ലേ, അപ്പം ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ചർച്ച ഒന്ന് മാറ്റി പിടിക്കണം. ഏതാ ചർച്ച ഒന്ന് പറയടാ. തൽക്കാലം പാണക്കാട്ടെ ഏതൊരു കുട്ടി എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ പോണം. പാണക്കാട്ടത്ത് ഏതോ ഒരു കുട്ടി പറഞ്ഞാണില്ലേ. അപ്പം അത്രത്തോനെ പരിചയമൊന്നുമില്ല പാണക്കാടില്ലേ. അത് മുനവ്വറലി തങ്ങളുടെ മകളാണ്. മുനവ്വറലി തങ്ങളുടെ മകളാണ്. എനിക്കറിയില്ലല്ലേ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകണ്ടല്ലോ മുനവ്വറലി തങ്ങളുടെ മകളാണത്. ഏതോ കുട്ടിയൊന്നും അങ്ങനൊന്നും പറയില്ല, മോശമല്ലേ, അങ്ങനൊന്നും പറയില്ല. തീരെ പരിചയമില്ലാത്ത മാതിരി പറയിച്ച് റബീഉൽ അവ്വലിലും മൗലൂദിനൊക്കെ പോയതല്ലേ. ഇവർ വിചാരിച്ച് പല ഏതോ ഒരു ചൂണ്ടലിട്ടാൽ നമ്മളതിൽ വന്ന് കൊത്തുമെന്നാണ്. ഞങ്ങളിട്ട ചൂണ്ടലുമേ എയ്മേ കൊത്താത്തത്. കൊത്താത്തൊരൊറ്റ ചൂണ്ടലുണ്ടോ? ഞങ്ങൾ അരല്ലാതെ ഇട്ട് നോക്കി, അയിമീൻ കൊത്തി നോക്കി. അരല്ലാതെ പുയര കൊളുത്താതെ ഞങ്ങൾ ഇട്ട് നോക്കി, അയിമീൻ കൊത്തിച്ച്. കൊത്താത്ത ചൂണ്ടൽ ഞങ്ങളത് എയിമെങ്കിലും ഉണ്ടോ? കൊത്താത്തത് ഏതെങ്കിലും ഒരു ചൂണ്ടലുണ്ടെങ്കിൽ എന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എല്ലാത്തിമീൻ കൊത്തി, അരല്ലാതെ ടീമീൻ കൊത്തുന്നുണ്ട്. വെറുതെ എന്നൊന്ന് കൊത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അയിമീൻ പോയി കൊത്തുന്നുണ്ട്. ഞങ്ങൾ വാട്സപ്പൊക്കെ പറയുന്നത് അതിനും മീൻ കൊത്തുന്നുണ്ട്, യൂട്യൂബ് കൂടി പറയുന്നത് അയിമീൻ കൊത്തുന്നുണ്ട്, ഫേസ്ബുക്കിലുണ്ട് അയിമീൻ കൂടി കൊത്തുന്നുണ്ട്. അതല്ലാതെ അനക്ക് മറുപടി ഒന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും നടക്കണമൊന്നുമില്ലല്ലോ. ഞങ്ങളെ നേതാക്കന്മാരും നടക്കണില്ല.
ഞങ്ങൾക്കിവിടെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെ തീർക്കാനുണ്ട്. എനിക്ക് മൂന്നാക്കോ? അനക്കും പമ്പേഴ്സിനും കുഞ്ഞേമീനും കോമാട്ടുചാലിൽ അദ്ദുവിനും അടിസ്ഥാന കാര്യങ്ങൾ തീർക്കാനുള്ളത്. മനുഷ്യൻ കേൾക്കണ്ട, തീർച്ചുള്ളൂ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് ജങ്ങ ഈ ഫസാദും കണിയും ഫിത്തനയും മുഴുവണ്ടാക്കും ചെയ്യുക. എന്നിട്ട് അതിൽ കൂടി ഹബീബായ ത്വാഹ റസൂലുള്ളാന്റെ പേര് എന്തിനാ ചെതി കൂടിയൊക്കെ വലിച്ചിട്ടുണ്ട്? എൻ്റെ ഈ കിണാപ്പിച്ച വയലൊക്കെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരൊക്കെ വലിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതുണ്ട്. ഇബ്നു തൈമിയെ മദ്ഹ് പറഞ്ഞതുണ്ട്. ഇബ്നു തൈമിയെ മദ്ഹ് ഈ പൊട്ടത്തരട്ടം പറഞ്ഞിങ്ങനെ കിതാബൊക്കെ എടുത്തിട്ട് വലിയ സംഭവമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പമ്പൈസും പറഞ്ഞിരുന്നു. അതൊന്നും ഓന് വിഷയമല്ല. ഓൻ എന്ത് ചെയ്യാണ്? ഇബ്നു തൈമിയെ തൗബ ചെയ്തു എന്ന് പറഞ്ഞത് വലിയ വിഷയം. എന്താ ഇബ്നു തൈമിയക്ക് തൗബ ചെയ്തൂടെ? ഇബ്നു തൈമിയെ കിതാബ് എഴുതി വെച്ചിട്ട് ഇബ്നു തൈമിയക്ക് തൗബ ചെയ്യാൻ പറ്റൂല എന്നുണ്ടോ? ഈജ എവിടുന്ന് എങ്ങായി പേരിന്? പാണക്കാട്ടെ വിഷയത്തിൽ വളരെ മാതൃകാപരമായ സംഭവമല്ലേ ഉണ്ടായത്? ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പിതാവായ തങ്ങൾ പറഞ്ഞത് അബദ്ധമാണ്, ഞാൻ ഉത്തരവാദിത്വത്തോടെ അത് തിരുത്തുന്നു, അതിലപ്പുറം ഇനി എന്താ വേണ്ടത്? അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട. പാണക്കാട്ടുനിന്ന് ഏതോ ഒരു കുട്ടി 10-16 വയസ്സുള്ളൊരു കുട്ടി നിസ്സാരവൽക്കരിക്കട്ടോ പനെ 10-16 വയസ്സുള്ളൊരു കുട്ടി എന്തോ ഒന്ന് പറഞ്ഞു. കാരും പോത്തിനും അറിയില്ല, എന്തോ ഒന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഓൻ അറിഞ്ഞിട്ടില്ല. അതാ പാണക്കാട്ടെ തങ്ങളെ മുനവറലി തങ്ങൾ അത് തിരുത്തിന്നാണല്ലോ പറഞ്ഞത്. ഈ പറയപ്പെട്ട മുനവറലി തങ്ങളുടെ ഭാര്യാപിതാവുമായി ബന്ധപ്പെട്ട് അവരുടെ ആശയവിഷയങ്ങളൊക്കെ ശരിക്കും അറിയാവുന്ന ഒരു തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോക്ക്. എന്നിട്ട് ആ പാണക്കാട്ടിലുള്ള കുടുംബിനികൾ സഹോദരിമാർ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് പോയി നോക്കടാ, ഒന്ന് അന്വേഷിക്കടാ, ഒന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ, കൊയിലാണ്ടിയാണ്. പാണക്കാട് തങ്ങന്മാരെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ്. അതായത് ബഹുമാനപ്പെട്ട മുനവ്വറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സയ്യിദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ്. ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹിദിന്റെ നേതാവും കൂടിയാണ്. ഈ അബ്ദുള്ള സഖാഫിന്റെ പിതാവാണ് അസഖാഫ് പൂക്കോയ തങ്ങൾ. ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സയ്യിദ് ചെറിയ കോയ തങ്ങൾ സഖാഫ്. ഈ ചെറിയ കോയ തങ്ങളെ മകളെ കെട്ടിയത് അബ്ബാസ് അലി തങ്ങളാണ്. ഇവരെല്ലാം കടുത്ത മുജാഹിദുകളും മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ കൂടിയാണ്. ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാണ്ടി മുജാഹിദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ്. പിന്നെ ഇപ്പൊ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം പറഞ്ഞെങ്കിൽ അത്ഭുതമില്ല. കാരണം അവരെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്. പാണക്കാട്ട് തങ്ങന്മാരെന്ന് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടവർക്ക് അത്ഭുതം തോന്നും. നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദുകളുമായിട്ടുള്ള ജീവിതമാണ്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇതിലെനിക്ക് പറയാനുള്ളൂ. കേട്ടില്ല നൗഷാദ്? പാണക്കാട്ടിൽ നിന്ന് ഏതോ ഒരു കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഒക്കത്തെ നടക്കണ കുട്ടിയല്ല ഈ കുട്ടി, വലിയ കുട്ടി തന്നെയാണ്, അത്യാവശ്യം വലിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വല്യപ്പയും കുടുംബങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് സയ്യിദ് അബ്ദുള്ള മഷൂർ കൊയിലാണ്ടിയത്തെ തങ്ങൾ അഡ്രസ്സോടെയാണ് ആ പറയുന്നത്. കേട്ടച്ച്? നിങ്ങൾ പഠിപ്പിക്കുന്ന ഫിഖ് തന്നെ നോക്കുകയാണെങ്കിൽ
ആ വിഷയത്തിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. വയജിബു മൻഉൻ നിസാഇ മിൻ ഹുദൂരിൽ മസാജിദി ലിസ്സലവാത്ത്. ഇനി ഗസാലി ഇമാമിൻ്റെ എഹിയ വായിക്കുന്നുണ്ട്. ഗസാലി ഇമാമിനെ ആരെങ്കിലും ഇനി ഒന്ന് പുകഴ്ത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഗസാലി ഇമാമിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു വരും. ഇഹ്യാ ഉലൂമുദ്ദീൻ സ്ത്രീകളെ നിസ്കാരത്തിന് പുരുഷന്മാരോടൊപ്പം ഹാജരാകുന്നതിൽ നിന്ന് തടയൽ നിർബന്ധമാണ്. അടുത്ത വാക്കെന്താ? അത്ര വായിച്ചില്ല, ഇനി വാക്കിയും കൂടി ഞാനാണ് പറയേ. അത് പറയാനാ എനിക്കത്ര മടി, പറയാം അതും കൂടി പറയാം. എന്നിട്ട് എൻ്റെ ഷെയ്ഖിൻ്റെ കൈ പിടിച്ചണതും ഷെയ്ഖിനിക്ക് പെണ്ണാണാകണതും ഷെയ്ഖിനിക്ക് ആ പെണ്ണിങ്ങനെ എൻ്റെ പെണ്ണുങ്ങളിപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കുത്തിരിക്കുകയാണെങ്കിൽ ഷെയ്ഖിനത് പിന്നെ ഒരു പെണ്ണായിട്ട് തോന്നൂല, നൗഷാദായിട്ടാണ് തോന്നുക. വമജാലിസി ദിക്രി. അപ്പോൾ മജാലിസി ദിക്രി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശരിയുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദിക്റിനെ കളിയാക്കുക. ഇദാ ഖീഫത്തിൽ ഫിത്ന. മജാലിസി ദിക്രി അതിൻ്റെ അർത്ഥം കൂടി പറയുക ചെയ്യും. ദിക്റിന്റെ മജ്ലിസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ്. അപ്പോൾ മജ്ലിസിൽ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നതിനെ തൊട്ടും തടയണം. അപ്പോൾ ഇനി ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ഈ പെണ്ണുങ്ങൾ പോകുന്നതിൻ്റെ വിധി അതും ഒന്ന് പറയുണ്ടേ. പാണക്കാട്ട തങ്ങളും തങ്ങളുടെ മക്കളും വിവാദമാക്കുന്നവർ മനസ്സിലാക്കുക, ഇതിന് മുട്ടിപ്പടിയിലെ തങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. പാണക്കാട്ടത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇവനതിനെ വെളുപ്പിക്കുക കേട്ടോ. പെണ്ണുങ്ങളഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകാന്നുള്ളതിനെ വെളുപ്പിക്കുകയാണ്. ചിലപ്പോൾ ഇനി അതും പറയും, പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയും. അതിന് പിന്നെ മുട്ടിപ്പടിയിലെ തങ്ങളും കൂടി മറുപടി പറയണമെന്ന്. മുട്ടിപ്പടിയിലെ തങ്ങൾ ചങ്ങായി ഇഷ്ടം പോലെ അതിന് മറുപടി പറഞ്ഞതാ. എടാ മോയന്തേ, ഒരു കാര്യം മനസ്സിലാക്കുക, ദിക്കറിന് മാത്രമായിട്ട് പിന്നെ മുട്ടിപ്പടിയിലെ തങ്ങൾ ഒരു പെണ്ണുങ്ങളെ ക്ഷണിക്കാറില്ല. അവിടെ ക്ലാസ് ഉണ്ടാവും, ഒരു നല്ലൊരു വഴല് പറയും, ആ വഴലിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ദിക്കറ് ചൊല്ലും, എന്നിട്ട് ദ്വാരക്കും. അങ്ങനല്ലാതെ വെറുതെ എല്ലാവരും പാടെ വിളിച്ചെടുത്തിക്കാണ്ട് ദിക്കറില്ല എന്നിട്ട് ദിക്കറ് ചൊല്ലിക്കാണ്ട് ദ്വാരന്ന് വിടുന്ന ഒരു പരിപാടി മുട്ടിപ്പടിയിലില്ല. വേറെ AP വിഭാഗത്തിലുള്ള EK വിഭാഗത്തിലും ഇല്ല, ഒരു വിഭാഗത്തിലും ഇല്ല. എൻ്റെ ഷെയ്ഖിൻ്റെ കാര്യത്തിലാണ് ആ വിഷയമുള്ളത്. ഷെയ്ഖിൻ്റെ കൈ പിടിച്ചാൻ വരുന്നതും ഷെയ്ഖിൻ്റെ അടുത്ത് വരുന്നതും ഉള്ളത്. മനസ്സിലായി എനിക്ക്? ജാതി എൻ്റെ കാര്യം ഒന്ന് നോക്കേ, എന്നിട്ട് എൻ്റെ കാര്യം ക്ലിയർ ആണോ അല്ലേ നോക്കിയിട്ട് ഇജെന്ത് ചെയ്യുക, ആ വിഷയത്തിന് മറുപടി പറയാം. എന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ കേട്ടോ. ഇഹ്യാ ഉലൂമുദ്ദീന്റെ നേരെ ഇബാറത്താണത്. ഈ ഇബാറത്ത് എൻ്റെ ഷെയ്ഖിനൊന്ന് വായിച്ചു കൊടുക്കേ, എൻ്റെ ഷെയ്ഖിനൊന്ന് കാട്ടിക്കൊടുക്കേ, ഈ ഇബാറത്തൊന്ന് കാട്ടിക്കൊടുക്കട്ടാ. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് അതവിടെ ഇരിക്കട്ടെ. കാരണം പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ഇബാറത്തുണ്ടല്ലോ, വിഷയമുണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. വേറെ വിഷയത്തേക്ക് കയറുക. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് തീർക്കേണ്ടവർ തന്നെ തീർത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൽ കടിച്ചു തൂങ്ങുക, ഇതൊക്കെ വെറും വിഭാഗീയത മാത്രമാണ്. അത് അതിലപ്പുറമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വേറെ പല മക്കളും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അബ്ദുൽ ഹക്കീം അസരി എന്തെല്ലാം വിടുവായത്തങ്ങളാ പറഞ്ഞേ, പിന്നെ മുഹമ്മദ് അസരി എന്തൊക്കെയാ പറഞ്ഞേ, അതൊക്കെ ഇവിടെ തിരുത്താതെ നിലനിൽക്കല്ലേ. അപ്പോൾ ഇനി ഇത് കേട്ടിട്ട് എൻ്റെ പ്രിയ സഹോദരന്മാർ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കേട്ടോ. പാണക്കാട്ടെന്ന് പറഞ്ഞപ്പോൾ അതിനോനെന്ത് ചെയ്തു, ന്യായീകരിച്ച് പറയപ്പോൾ ഇനി അതിൻ്റെ അപ്പുറം എന്തൊക്കെ പറഞ്ഞേക്കണു വേറുള്ള പോലെ മക്കൾ. അതോ AP ഉസ്താദിൻ്റെ മോന് ഹക്കീം അസരി എന്തെല്ലാം പറഞ്ഞു, പേരോട് ഉസ്താദിൻ്റെ മോന് മുഹമ്മദ് അസരി എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ ാണ് മറുപടി പറയേണ്ടത്. ഇതിനൊക്കെയാണ് മറുപടി പറയേണ്ടത്, മറ്റേതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓൻ്റെ ചെങ്ങായേ, എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ഷെയ്ഖിൻ്റെ കള്ള ഷെയ്ഖിൻ്റെ വെള്ളം കുടിച്ച അന്ന് മുതൽ പേച്ചു. ഷെയ്ഖിൻ്റെ വെള്ളം എന്ന് കുടിച്ചോ അന്ന് നാശമായതാണ്. സത്യം വെറുതെ പറയല്ല, അത് കേൾക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ച് നോക്കി. പാണക്കാട്ടത്തെ കുട്ടി എന്താ പറഞ്ഞത്,
മൂല്യന്മാരെടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതൊക്കെ തിരുത്തി പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോര് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പാണക്കാട്ടത്തെ സ്ത്രീകളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ആ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ.